ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെൽത്തിയും കൂടിയാണ്. നമുക്ക് ഒരുപാട് ഓയിലൊന്നും വേണ്ട ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുഞ്ഞു മസാല ഉണ്ടാക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലൊരു കുഞ്ഞു സവാള ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് നുറുക്കി ചേർക്കുകയാണ് നല്ലത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒട്ടും തന്നെ ഉള്ളിൽ കടിക്കാത്ത രീതിയിൽ ചെയ്യുക. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത്രയും പൊടിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഫ്ലേവറാണ് നമ്മുടെ മസാലയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒരു മുട്ടയെ വേണ്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചിക്കിയെടുക്കാം. നല്ല ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മസാല റെഡിയായി. നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ്. അത് നന്നായിട്ട് ഉടച്ചെടുക്കുക. കട്ടയില്ലാതെ ഉടച്ചെടുക്കാൻ നോക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. തരിയില്ലാത്ത പൊടിയാണ്. അതുപോലെ തന്നെ വറുത്തതോ വറുക്കാത്തതോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം 2 സ്പൂൺ ചേർത്താൽ മതി. കാരണം നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിനനുസരിച്ച് ചിലപ്പോൾ പൊടി വ്യത്യാസം വരും. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇതേപോലെ കുഴച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് പൊടി കൂടുതൽ വേണമെങ്കിൽ 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അതുപോലെ ഒരുപാട് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഇതിപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിനാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ നന്നായിട്ടൊന്ന് എണ്ണ തടവാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഞാനൊരു 4 പോർഷനാക്കി മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് വലിയ ഉരുളയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കയ്യിൽ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഈ മസാല വെച്ച് കൊടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. അവർ ഇതിൻ്റെ ഉള്ളിലായിട്ട് ചീസാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചീസ് വെച്ചിട്ട് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ ആ ഒരു കേരള സ്റ്റൈലിൽ ഞാൻ ചെയ്തതേ ഉള്ളൂ. നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മസാല സൈഡ് ഒരുപാട് സെറ്റാക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ മസാല പുറത്ത് കാണാത്ത രീതിയിൽ ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടല്ല കേട്ടോ. നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന പോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പം മൊരിയാൻ സമയം കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡും ഇനി ഇട്ടൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൽ ആ അരിപ്പൊടി വേവാനുള്ള സമയമാണ് നമുക്ക് വേണ്ടത്. ബാക്കിയൊക്കെ വെന്തതാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കരിയുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രം തീ കുറച്ച് വെക്കുക. അപ്പോൾ അതേ ഇതിവിടെ 2 സൈഡ് റെഡി ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ സോസിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഇഷ്ടമാവും. സോസും കൂടി ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിൽ മസാലയും അതേപോലെ ഉരുളക്കിഴങ്ങിൽ നമ്മൾ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സോസിൻ്റെ കൂടെ കൊടുക്കാൻ നോക്കുക. കുട്ടികൾക്ക് അപ്പോൾ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.